മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലെ. അപ്പൊ എല്ലാ മക്കളും ഫുൾ സെറ്റ് ആയിട്ട് ഇതാ ഇനി നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ EVSന്റെ ക്രിസ്മസ് പരീക്ഷ എഴുതാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയ വൃത്തി നൽകും ശക്തി എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് മിസ് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലൈവ് തന്നെ ഇന്ന് കൃത്യം 7:30 നമ്മുടെ ക്ലാസ് 3 യൂട്യൂബ് ചാനലിൽ മിസ് വരുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. അവിടെ നമ്മൾ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കൈ കഴുകലിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെ? വേരിയസ് സ്റ്റേജസ് ഓഫ് ഹാൻഡ് വാഷിംഗ്. ഏതൊക്കെയാണ് കൈ കഴുകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ? ചുമ്മാ നമ്മളോട് ഇപ്പൊ കൈ കഴുകാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ വെള്ളം എടുത്ത് അല്ലെങ്കിൽ സോപ്പിട്ട് ഇങ്ങനെ ചുമ്മാ കഴുകുവാണോ ചെയ്യേണ്ടത്? അല്ല, വൃത്തിയായിട്ട് നമ്മൾ കൈ കഴുകാൻ പഠിക്കണം അല്ലേ. അപ്പൊ അതിന് പല പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കൈ കഴുകുന്നത്. ഏതൊക്കെയാണ് ഘട്ടങ്ങൾ എന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഘട്ടം എന്താണ് മക്കളെ? കൈകൾ നനച്ച് സോപ്പ് പതപ്പിക്കുക. വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദ സോപ്പ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകണം. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? റബ് പാംസ് ടുഗദർ ആൻഡ് ക്ലീൻ ദം. അതായത് കൈവെള്ളകൾ കൂട്ടിത്തിരുമി വൃത്തിയാക്കണം. ഈ കൈവെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉൾഭാഗമാണ് കേട്ടോ, കൈയുടെ ഉൾഭാഗമാണ്. അപ്പൊ ഈ കൈവെള്ളങ്ങൾ ഇങ്ങനെ കൂട്ടിത്തിരുമി വൃത്തിയാക്കി വേണം നമ്മൾ കൈ കഴുകേണ്ട 2ാമത്തെ ഘട്ടം പൂർത്തിയാക്കാൻ. ഇനി 3ാമത് എന്താണ്? കൈകളുടെ പിറകുവശവും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. ക്ലീൻ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. അതായത് നമ്മുടെ കൈവെള്ളം മാത്രമാണോ നമ്മൾ വൃത്തിയാക്കേണ്ടത്? അല്ല, നമ്മുടെ കൈയുടെ പുറം ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ വിരലുകൾക്കിടയിലുള്ള സ്പേസ് ഇല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സോപ്പിട്ട് നല്ല രീതിയിൽ കഴുകണം. ഇനി അടുത്തത് എന്താണ്? Rub the nails and fingertips on the palm to clean them. നഖങ്ങളും വിരലുകളുടെ അഗ്രഭാഗവും കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലെ നഖങ്ങളില്ലേ, അതിന്റെ ഉള്ളിൽ കുറെ ചെളികളുണ്ടാവും. ഇങ്ങനെ നഖങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വിരലുകളുടെ അഗ്രഭാഗവും ഒക്കെ നല്ല രീതിയിൽ കഴുകണം. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മുടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കൈ കഴുകുന്ന കാര്യം നമുക്ക് ഘട്ടങ്ങളായിട്ട് പഠിക്കാം. ഇനി അടുത്തത് ഇവിടെ എന്താ മക്കള് കാണുന്നേ? യെസ്, നമ്മുടെ 2ാമത്തെ ചോദ്യമാണ്. റൈറ്റ് എനി ഡിസീസ് സ്പ്രെഡ് ബൈ ഗിവൺ ക്രിയേച്ചർ. അതായത് താഴെ കാണുന്ന ജീവികൾ പരത്തുന്ന ഓരോ രോഗത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താഴെ കാണുന്ന ജീവികൾ ഏതാണ്? ഒന്ന് നമ്മുടെ കൊതുകും, 2ാമത്തെ നമ്മുടെ ഈച്ചയുമാണ്. അപ്പൊ കൊതുക് പരത്തുന്ന ചില രോഗങ്ങൾ നമുക്ക് അറിയണം, അതുപോലെ തന്നെ ഈച്ച പരത്തുന്ന ചില രോഗങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം എന്ത് നോക്കാം? യെസ്, നമ്മുടെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ നോക്കാം. എന്തൊക്കെയാണ്? മലേറിയ, അതുപോലെ തന്നെ ഡെങ്കിപ്പനി, അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ. ഇതൊക്കെ ആര് പരത്തുന്ന രോഗമാണ്? കൊതുക് പരത്തുന്ന രോഗമാണ്. ഇനി അതുപോലെ തന്നെ ഈച്ച പരത്തുന്ന രോഗമാണ് നമ്മുടെ ഡിസെൻട്രി, അതായത് വയറിളക്കം, പിന്നെ കോളറ മുതലായ രോഗങ്ങൾ. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇത് മാത്രമല്ല, ഈ കൊതുകും ഈച്ചയും മാത്രമൊന്നുമല്ല, വെള്ളത്തിലൂടെയും ധാരാളം രോഗങ്ങൾ പകരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾ ആണ് ഇവിടെ നമ്മൾ പറയുന്ന ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ്. അതായത് അതിസാരം അല്ലെങ്കിൽ വയറിളക്കം എന്ന് പറയും, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്. അപ്പൊ ഈ ചോദ്യവും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എത്താവണത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് വേണ്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് ഇതാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പഠിക്കണം. വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ എഴുതണം, നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആദ്യം വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.